ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴവും റവയും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി അതിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ശർക്കര ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ശർക്കര ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് ചെറുപഴമാണ്. ഞാനിവിടെ 3 പാളയംതൊടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് ചെറുപഴം വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സ് ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഴത്തിൻ്റെ മിക്സ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. കുറച്ച് വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കര പാനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഞാനിവിടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫുള്ളായിട്ടും ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ റവ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റവയെല്ലാം ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണം വേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ ബേക്കിംഗ് സോഡയും ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പലഹാരത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് എല്ലാ ബൗളിലും ഞാനിവിടെ കുറച്ച് നെയ്യ് എല്ലാത്തിലും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ 1/4 ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാ ബൗളിലും ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കണം.
ഇനി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു സ്പാച്ചില കൊണ്ട് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് പിടിയിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലേക്കൊന്ന് തട്ടിയെടുത്താൽ മതിയാകും. ഈസി ആയിട്ട് തന്നെ ആ ബൗളിൽ നിന്ന് ഇളകിപ്പോരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.